ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് ഒരു യാത്ര പോവുകയാണ്. എവിടെയാണ് പോകുന്നത്, ആരൊക്കെയുണ്ട്, എന്താണെന്ന് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ മനസ്സിലാവും നമ്മൾ എവിടെയാണ് പോകുന്നത്. ഇതൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വ്ളോഗിലോട്ട് പോവാം, നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ വരുന്ന വഴിയുടെ യാത്രയുടെ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരി എത്തി. ചങ്ങനാശ്ശേരിയിലുള്ള എം ലോഫ്റ്റിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, വരുന്ന വഴിക്കും മഴയുണ്ടായിരുന്നു. പിന്നെ വലിയ ട്രാഫിക്കിലൊന്നും കുടുങ്ങിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയ സമയം വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ടൈമിന് തന്നെ എത്തി. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവുകയാണ്. മുകളിലാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. താഴെ കാർ പാർക്കിംഗ് സ്പേസ് ആണ്. ലെഫ്റ്റ് സൈഡിലും കുറച്ച് സ്പേസ് ഉണ്ട് കാർ പാർക്ക് ചെയ്യാനായിട്ട്. മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ റോഡൊക്കെ കുറച്ച് ചെളിയൊക്കെ ആയിട്ട് കിടക്കുവാണ്. അപ്പം അമ്മ സ്റ്റെപ്പ് കയറി വരുവാണ്. അപ്പം ഞാനും അമ്മയും ചേട്ടനും കൂടിയാണ് വെഡ്ഡിങ് പർച്ചേസിനായിട്ട് നമ്മളെത്തിയിരിക്കുന്നത്. അപ്പം നമ്മളെ ബ്രൈഡൊക്കെ നേരത്തെ തന്നെ വന്ന് അവരവിടെ കൗച്ചിലിരിപ്പുണ്ട്. അവർ ട്രെയിനിൽ വന്നതുകൊണ്ട് തന്നെ അവർ നേരത്തെ എത്തി. അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു. അങ്ങനെ അവർ വന്ന് അവർ കുറച്ച് സാരീസൊക്കെ നോക്കി അവരുടെ കുറച്ച് ഡ്രസ്സസൊക്കെ അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴത്തെ ഫ്ലോറിൽ നിന്ന് നമ്മൾ വെഡ്ഡിങ് സാരിയിലോട്ട് ആ വെഡ്ഡിങ് ഫ്ലോറിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റ് കയറി മേളിൽ വന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ വെഡ്ഡിങ് സാരീസിൻ്റെ കളക്ഷൻസ് കാണുന്നത്. നല്ല അടിപൊളി കളേഴ്സ് ഉണ്ട്. റെഡ്, ഓറഞ്ച്, അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡുകൾ. പിന്നെ ഒരു സൈഡ് ഫുൾ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെയാണ്. പിന്നെ കല്യാണ സാരി എന്ന് പറയുമ്പോൾ മാക്സിമം ആൾക്കാർ റെഡ് ഒക്കെ ആയിരിക്കുമല്ലോ എടുക്കുന്നത്. റെഡിൻ്റെ തന്നെ ഒരു പല ഷെയ്ഡ്സ് വരെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് സാരി സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ക്ലിപ്പിംഗ് ഒക്കെ എടുത്ത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എത്തിയതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ആ സമയത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ്സ് ആദ്യം നമ്മൾ ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ് ആദ്യം നോക്കാമെന്ന് കരുതിയത്. ഇവിടെയൊക്കെ മറ്റേ ജ്യോതിക ഇൻസ്പയർഡ് ആയിട്ടുള്ള സാരി അങ്ങനത്തെ ടൈപ്പ് കുറേ കളക്ഷൻസൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. വലിയ തിരക്കില്ലായിരുന്നു നമ്മൾ ചെന്ന സമയത്ത്. അപ്പോൾ നമ്മളവിടെ സാരീസൊക്കെ നോക്കാൻ തുടങ്ങി. ആദ്യം നമ്മൾ എന്തായാലും റെഡ് കളറിലായിരിക്കുമല്ലോ നോക്കുന്നത്. അപ്പോൾ കയ്യിൽ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു. ആ റെഫറൻസ് വെച്ചിട്ട് പിന്നെ ഓരോ ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കസിൻസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഹെൽപ്പ് ചെയ്തു കളറൊക്കെ ഒന്ന് ഷെയ്ഡ് സെലക്ട് ചെയ്യാനും ട്രയൽ ചെയ്യാനും ഒക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഷെയ്ഡ്സൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ട്രയൽ ചെയ്താന്ന് കരുതി ഒരു സാരി ആദ്യം ട്രയൽ ചെയ്യാനായിട്ട് നോക്കി. ജസ്റ്റ് ഒന്ന് സെറ്റാക്കാൻ നോക്കിയിട്ടുണ്ട്. അതെടുത്തിട്ട് ഓരോരുത്തരുടെ അഭിപ്രായം പറയും. റെഡ് പിന്നെ കോമൺ ഷെയ്ഡാണ്. അങ്ങനെ ഓരോരോ സാരികൾ ട്രയൽ ചെയ്ത് ഇങ്ങനെ നോക്കി. അങ്ങനെ അത് മാറ്റി ഇനി അടുത്തത് ട്രയൽ ചെയ്യാമെന്ന് കരുതി. അടുത്തത് ഒരു റെഡ് പോലെ തന്നെ. നമുക്ക് ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാം റെഡായിട്ട് തോന്നും, എങ്കിലും ഷെയ്ഡ് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാൻ പറ്റാത്തതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ചൊക്കെ കളർ വേരിയേഷൻ ഉണ്ട്. നമ്മുടെ ലൈറ്റിൻ്റെ സെറ്റിങ്സും വീഡിയോയിൽ എടുക്കുമ്പോഴും ഉള്ളൊരു ഷെയ്ഡ് വ്യത്യാസമാണ്. വേറെ തന്നെ സാരിയാണ്, ആദ്യം കണ്ട സാരിയല്ല. പിന്നെ നമുക്കവിടെ എല്ലാ ബഡ്ജറ്റിലുള്ള സാരീസും നമുക്കവിടെ അവൈലബിൾ ആണ്. ഇപ്പം വെഡ്ഡിങ് സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് 15 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് അറിയില്ല. പിന്നെ നമുക്ക് 1000, 2000 ഉള്ള റേഞ്ചിലുള്ള സാരീസും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് സാരീസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ സാരീസാണ് ഇപ്പോൾ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു മെറൂൺ ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്. അത് കൂടെ വന്നവർ ഓരോരുത്തരായിട്ട് ഓരോ സാരീസ് സെലക്ട് ചെയ്യുമ്പോൾ അതും കൂടെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് കരുതി എല്ലാം ഒന്ന് ട്രയൽ ചെയ്യുന്നുണ്ട്. വെച്ച് നോക്കുമ്പോൾ കൊള്ളാമെങ്കിൽ അങ്ങനെ എടുക്കാം എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ട കുറച്ച് സാരീസ്, ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ കൂടെ വന്നവർക്കും കൂടെ അവരും കൂടെ സെലക്ട് ചെയ്ത സാരീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഷോപ്പിൽ തിരക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയതൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ തിരക്ക് കുറവായിരിക്കും എന്ന ഒരു ഉദ്ദേശത്തിലാണ് പോയത്. പൊതുവേ സൺഡേ
സാറ്റർഡേ ഒക്കെ ഭയങ്കര തിരക്കാണ് ഷോപ്പിൽ. നമ്മൾ അതുകൊണ്ട് തന്നെ വർക്കിംഗ് ഡേയിലാണ് നമ്മൾ പോയത്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പം അതിൻ്റെ കുറച്ച് സാരീസ് കളക്ഷൻസ് നോക്കി. ഇനി അത് ഷെയ്ഡ്സ് ഒന്ന് നോക്കാമെന്ന് കരുതി അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. ഇത് ബോർഡർ വരുന്നത് ഒരു റെഡ് ബോർഡറാണ് വരുന്നത്. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കാണുന്ന കണക്കല്ല, ഉടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. പിന്നെ സാരിയെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലൊന്നും പറയാനറിയില്ല. കാണാനുള്ളൊരു ഭംഗി വെച്ച് മാത്രമേ എനിക്ക് ജഡ്ജ് ചെയ്യാൻ അറിയത്തുള്ളൂ. എനിക്ക് സാരിയുടെ എന്തുവാണ് ഫാബ്രിക്കും കാര്യങ്ങളൊന്നും എനിക്ക് അത്ര അറിയില്ല. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്കൊരു അട്രാക്ഷൻ കിട്ടുന്നൊരു കളർ തന്നെയാണ്. അട്രാക്ഷൻ കൂടുതൽ വരാനുള്ള കാരണം നമ്മൾ ആ ബോഡി പോർഷനിലോട്ട് നല്ല റെഡ് പോലത്തെ കുറേ ഫ്ലോറൽ വർക്കുണ്ട്. അതെന്ന് പറയുന്നത് റെഡിൽ കൂടിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഗോൾഡിൽ റെഡ് വരുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട്. പിന്നെ ബോർഡറും നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്ന ഒരു കളറാണ്. ഇപ്പം ഇതിൻ്റെ തന്നെ റെഡും അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡും ഉണ്ടായിരുന്നു. പിങ്ക് ആണെങ്കിലും നല്ല അട്രാക്ഷനുള്ള ഒരു കളറായിരുന്നു. അപ്പം എടുത്ത് നിൽക്കുന്നൊരു കളർ ഷെയ്ഡായിരുന്നു ഇത്. ഇത് നമ്മളെ ഫസ്റ്റ് പേസ്റ്റൽ ഷെയ്ഡ്സ് ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു. ഈ സൈഡിൽ കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അങ്ങനെയാണ് കുറച്ച് പേസ്റ്റൽ എന്ന് പറയാനും പറ്റില്ല, ഇതൊരു ഗോൾഡൻ ഷെയ്ഡാണ്. ഇതിൻ്റെ തന്നെ ആദ്യം നമ്മൾ കണ്ടത് ഒരു പിങ്ക് ഷെയ്ഡും ഇത് റെഡ് ഷെയ്ഡുമാണ്. രണ്ടും നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഉടുത്ത് നോക്കി അതെങ്ങനെയുണ്ട്. ഒരു ചെയിനൊക്കെ ഒരു മാലയൊക്കെ അവിടെ നിന്ന് ഇട്ട് തന്നു. പിന്നെ അവിടെ ഒരു 1-2 മണികൾ അവിടെ ഉണ്ട്. അത് അവിടുത്തെ ഒരു രീതിയാണ്. നമ്മളിപ്പം വെഡ്ഡിങ് സാരി മന്ത്രകോടി സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ റിങ് ചെയ്യും. നമുക്ക് ലോക്കി പോകുമ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ സാരികളായിട്ട്. പിന്നെ അവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും എല്ലാവരും നല്ല കോപ്പറേറ്റീവായിരുന്നു. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഷെയ്ഡോ അല്ലെങ്കിൽ ഒരു റെഫറൻസ് പിക്കൊക്കെ കാണിക്കുവാണെങ്കിൽ അതേ ഷെയ്ഡിലുള്ളതും ആ ഒരു മോഡലിലൊക്കെ ഉള്ളതാണെങ്കിൽ അതെടുത്ത് തരാനും അത് നമ്മൾ ഉടുപ്പിക്കാനും ഒക്കെ അവർ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നല്ല കസ്റ്റമേഴ്സിനെയൊക്കെ നല്ലതുപോലെ ഹാപ്പിയാക്കി വെക്കുന്ന സ്റ്റാഫ്സൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓരോ സാരീസ് പിന്നും ട്രൈ ചെയ്യാനുള്ള ആഗ്രഹം നമുക്ക് കൂടി വന്നു. കാര്യം ഒരുപാട് സാരികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. നമ്മൾ ഈ കളർ നമ്മൾ ആ ഒരു മഞ്ഞിച്ച ലൈറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഷെയ്ഡ് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഷെയ്ഡ് മാറുന്നുണ്ടോ, ഇങ്ങനെയുണ്ട്, എടുത്ത് നിൽക്കുമോ, നമുക്കിപ്പം സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു അറ്റൻഷൻ കിട്ടുമോ എന്നൊക്കെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പുറകെ കൂടെ നമ്മളെ ജോയൽ ബ്രോ അവിടെ വന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള വീഡിയോസ് എല്ലാം ഓടി നടന്നെടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അടുത്ത സാരി ട്രൈ ചെയ്യുവാണ്. അത് നമ്മളിപ്പോൾ ട്രൈ ചെയ്ത പോലത്തെ സാരിയുടെ തന്നെ ഒരു ബോർഡർ വന്നിട്ട് വേറൊരു പിങ്ക് ഷെയ്ഡായിട്ടാണ് വരുന്നത്. നമുക്കിപ്പം വീഡിയോയിൽ കാണുമ്പോൾ രണ്ടും ഒരുപോലെ ഉണ്ടെങ്കിലും വേറെ ഷെയ്ഡാണ്. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ആ സൈഡിലുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ കുറച്ച് സാരീസൊക്കെ ഒന്ന് നോക്കി അതും ഒന്ന് ട്രൈ ചെയ്തു. പിന്നെ ഇത് നല്ല ഭംഗിയുണ്ട്, നല്ല ഗോൾഡൻ കളറിലെ സാരി, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സാരിയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മുകളിൽ പോയി ഞങ്ങൾക്കൊരു കോഫിയൊക്കെ അവിടെ നിന്ന് തന്നു. നമ്മൾ പിന്നെ കോഫിയൊക്കെ കുടിച്ചിട്ട് താഴെ വന്ന് ബില്ല് ചെയ്തതിന് ശേഷം നമ്മൾ അവിടുത്തെ ജോയലിൻ്റെ അമ്മ മന്ത്രക്കൊടി വാങ്ങിച്ചു, പ്രാർത്ഥിച്ച് ബൈബിളിൻ്റെ പുറത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതൊക്കെ നല്ലൊരു ഒരു ബ്ലെസ്സിങ്സ് ആണല്ലോ. നമുക്ക് വേണ്ടി, നമുക്ക് അറിഞ്ഞൂടാത്ത ഒരാളും കൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ ഒരു ബിഗ് ഡേക്ക് വേണ്ടി അവരും പ്രാർത്ഥിച്ച് നമുക്ക് തരുമ്പോൾ അതൊരു ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. അപ്പം മന്ത്രകോടി ഞാനാണ് മേടിച്ചത്. അപ്പോൾ ആൻറ്റി വിചാരിച്ച് ഞാനാണ്
ബ്രൈഡെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനല്ല ബ്രൈഡ്, ഇതാണ് ബ്രൈഡെന്ന്. അങ്ങനെ പിന്നെ ബ്രൈഡിനെയൊക്കെ വിഷൊക്കെ ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. ഇനി ഫുഡൊക്കെ കഴിക്കാൻ പോകണം. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ അവിടെ നിന്ന് എടുത്തു. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു അടിപൊളി വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.